ഇനി കോവിഡ് വിഷയമാക്കിയ ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്സ് ടോക്ക് സീരീസിലേക്ക് പോകാം. ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് കോവിഡ് ബാധിച്ചാൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെക്കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ റെസ്പിറേറ്ററി മെഡിസിൻ ക്ലിനിക്കൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിഷേകിന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. പ്രധാനപ്പെട്ട ശ്വാസകോശ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പുകവലി മൂലമുണ്ടാകുന്ന COPD, ശ്വാസകോശത്തിന് സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ്. അതേപോലെ തന്നെ ശ്വാസനാളത്തിൽ നീർക്കെട്ട് അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് COPD. ഇങ്ങനെയുള്ള ആളുകളിൽ സ്വാഭാവികമായിട്ടും നടക്കുവാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ഓക്സിജൻ റിക്വയർമെൻറ്റ് ഓൾറെഡി ഉണ്ടാവുന്ന ഒരു പേഷ്യൻ്റാണ്. ഭൂരിഭാഗം ആളുകൾക്കും ചുമയും ശ്വാസമുട്ടലൊക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് COPD. അപ്പോൾ കോവിഡ് ബാധിക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ ശ്വാസകോശത്തിന് അതിന് ആഘാതമേൽക്കുകയും ഓക്സിജൻ റിക്വയർമെൻറ്റ് കൂടുകയും കൂടുതൽ ഗുരുതരമാകാനും ആശുപത്രിവാസം കൂടുതൽ കാലം നീണ്ടു നിൽക്കുവാനും സാധ്യതയുണ്ട്. രണ്ടാമത്, കോവിഡ് ഇതുപോലെ തന്നെ ഒരു പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഒരു അസുഖമാണ്. ഇത് COPDയും പൊതുവെ കുറച്ചൊരു പ്രതിരോധ ശേഷി കുറയാനും അതിൻ്റെ ഫലമായി കുറച്ച് ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഇതെല്ലാം വളരാനും അഥവാ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് കോവിഡ് കാരണം തന്നെയാകാം. കോവിഡിന് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകളും ഇതിനെല്ലാം കാരണമാണ്. അപ്പോൾ COPD ഉള്ള ആളുകൾക്ക് പൊതുവെ കോവിഡ് കൂടി ബാധിച്ചാൽ ഗുരുതരമാവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് പൾമണറി ഫൈബ്രോസിസ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കോവിഡ് പ്രധാനമായിട്ടും ഈ ഒരു ശ്വാസകോശത്തിന് സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നൊരു അസുഖമാണ്. അഥവാ ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്ന ഒരു ടെൻഡൻസിയാണ് പൾമണറി ഫൈബ്രോസിസ് ഉള്ളത്. കോവിഡ് ഉണ്ടാക്കുന്നതും സ്റ്റിഫ് ലങ് അഥവാ ARDS എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും ലങ്സിന് ചുരുക്കമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് ഗുരുതരമാകാനുള്ള സാധ്യത, കൂടുതൽ കാലം ഓക്സിജൻ ഡിപ്പെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യത, മരണത്തിനുള്ള സാധ്യത ഇതെല്ലാം മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇവർക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻസും അതിനനുബന്ധമായിട്ടുള്ള മറ്റുള്ള കോംപ്ലിക്കേഷൻസും വരുവാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റു ചില അസുഖങ്ങളായ ആസ്തമ കോവിഡ് ഇവർക്ക് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയോ കോവിഡ് മൂലം ഇവർക്ക് കൂടുതലായിട്ട് റിസ്ക് ഉണ്ടാകുന്നതോ ആയിട്ട് കാണപ്പെട്ടിട്ടില്ല. പഠനങ്ങളൊന്നും തെളിയിച്ചിട്ടുമില്ല. ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഹേൽഡ് സ്റ്റിറോയിഡ് മെഡിസിൻസും മറ്റുള്ള മെഡിസിൻസും എല്ലാം തുടർന്ന് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്ലീപ്പ് അപ്നിയുള്ള ആളുകളിലും കൂടുതൽ ഗുരുതരമാവാനുള്ള സാധ്യത കാണുന്നില്ല. എങ്കിൽ പോലും സ്ലീപ്പ് അപ്നിയോട് അനുബന്ധമായിട്ട് ഉള്ള ഒരു പ്രോബ്ലമാണ് പൊണ്ണത്തടിയുള്ള ആളുകൾക്കും കൂടുതലായിട്ട് ഗുരുതരമാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഫിസിക്കൽ എക്സസൈസ് വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് പൊണ്ണത്തടിയുള്ള ആളുകളിൽ. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസ്.